തൃശൂർ മാജിക് എഫ്സിയുടെ ഭാഗമായി വന്നിരിക്കുകയാണ്. സുരേഷേട്ടാ, തൃശ്ശൂരിലേക്ക് വീണ്ടും സ്വാഗതം. സുരേഷേട്ടാ, അത് നമ്മുടെ ബസ്സാണ്, തൃശ്ശൂർ മാജിക് എഫ്സിയുടെ ബസ്സാണ്. ഇതെല്ലാം തൃശ്ശൂരിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ ഉണ്ട്. കളിക്കാരെ ഏകദേശം സുരേഷേട്ടൻ പരിചയപ്പെട്ടു. ഫുട്ബോൾ കളിക്കാനുള്ള ആളല്ലേ കൊല്ലം ഫാത്തിമ കോളേജിൽ? ഫുട്ബോളും ക്രിക്കറ്റും ഉണ്ടായിരുന്നു. രണ്ടിന്റെയും പന്തുകൊണ്ട് എവിടെ ഏറോ ഒരു കിക്കും കൊണ്ടതിന്റെ ഭാഗമായിട്ട് നിർത്തിക്കൂടി പോയ അല്ലേ? പ്രാവശ്യം ചമക്കനാണ് ഫുട്ബോളാണ്. ഞാൻ കളിക്കുകയായിരുന്നില്ല, സൈഡിൽ നിന്ന് എൻ്റെ ചിയർ ബോയ്സിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. നല്ല സ്ഥലത്ത് ഒരു ബോള് വന്ന് പതിച്ചതിന്റെ പേടി അന്ന് വിട്ടിട്ട് പോയത്. ഇവിടെ ഇപ്പം എന്താ പറയാ, കലാ സാംസ്കാരിക തലസ്ഥാനമായിട്ടാണ് നമ്മൾ തൃശ്ശൂരിനെ പറഞ്ഞെങ്കിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ. അപ്പം എന്താ പറയുക, ക്രിക്കറ്റിനെക്കാളുള്ള ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു സ്ഥലം കേരളമാണ്, പ്രത്യേകിച്ച് ഫുട്ബോളിന്. അപ്പോൾ തൃശ്ശൂരിലെ ഈ ഒരു 6 ടീമുകളാണ് നമ്മൾ ഇത്തവണത്തെ ഈ ഒരു ലീഗിൽ ഒഫീഷ്യലായിട്ട് ഉള്ളത് നമ്മുടെ കേരളത്തിൽ നിന്ന്. അപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു ടീം വരുന്നു. അപ്പോൾ സുരേഷ് ചേട്ടൻ കൂടെ ജസ്റ്റ് അതിനൊരു ഊർജ്ജം പകരാനായിട്ട് വരുന്നു എന്നുള്ളതൊരു ഡിഫറൻറ്റ് ഇതാണ്. തൃശ്ശൂർ അല്ലെങ്കിൽ തന്നെ ഫുട്ബോളിന്റെ ഒരു എന്താണ്, ഒരു ലെജൻഡറി സ്വഭാവമുള്ള കളിക്കാരുടെ ഒക്കെ ഒരു ഗേഹമാണ്. നമ്മൾ വിക്ടർ മഞ്ഞലയിൽ നിന്നെടുത്ത ആദ്യത്തെ സന്തോഷ് ട്രോഫി കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ടീമിന്റെ ഗോൾ വലയം കാത്തു സൂക്ഷിച്ച വിക്ടർ മഞ്ഞല. ഞാൻ ഇന്നലെ അദ്ദേഹത്തിന് ഒരു എക്സലൻസിന്റെ അവാർഡ് കൊടുത്തിട്ടേ തൃശ്ശൂർ ചേംബർ ഓഫ് കോമേഴ്സ്. അതിന്റെ ഒരു പ്രസന്റേഷനിൽ ഞാൻ കണ്ടു ഒരു എന്താണ്, ഒരു ഗോൾ പോസ്റ്റ് വൈഡ് ലീഗ് ഇങ്ങനെയാണ് പോകുന്നത്. അവർക്ക് താടിയാൻ വേണ്ടി പോകുന്ന ഒരു പോക്ക് കണ്ടു. അന്തം വിട്ടുപോയി. ചില എക്സലന്റ് ക്യാച്ചസ് എന്ന് പറയുന്നത് നമ്മൾ ക്രിക്കറ്റില് റീകാണ്. അത് പിന്നെ ചരിത്രത്തിന്റെ ഭാഗമാകുമ്പോൾ ഒരു 25 വർഷം കഴിഞ്ഞ് 25 വർഷം മുമ്പുള്ള ഒരു ക്യാച്ച്, അതിന് ശേഷം ഈ ക്യാച്ച് കണ്ടിട്ടില്ല, അത് കണ്ടത് ഇപ്പോഴാണെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ന്യൂജൻ ക്രിക്കറ്ററുടെ ഒരു ക്യാച്ചുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇത് മികവുറ്റ ക്യാച്ചായിരിക്കും. ഇപ്പൊ ചിലപ്പോൾ തിളക്കം കുറിച്ച് കൂടുതൽ ക്രിക്കറ്റിന്റെ ഒരു ആസ്വാദന വലയം എന്ന് പറയുന്നത് വളരെ വിപുലമായി പോയതുകൊണ്ടും പുതിയ ജനറേഷൻ ക്രിക്കറ്റിലേക്ക് കൂടുതലായി വന്നതുകൊണ്ടും ഈ തിളക്കവും അതുപോലെ തന്നെ വർദ്ധിക്കുമെങ്കിലും ഇത് 25 വർഷം മുമ്പുള്ള ക്രിക്കറ്റിന്റെ കോച്ചിങ്ങോ ട്രെയിനിങ്ങോ കൊണ്ട് സ്വാംശീകരിച്ച ഒരു തിളക്കത്തിന്റെ തുടക്കമെന്ന് പറയുമ്പോൾ നമ്മൾ ആ ലെജൻസിനെ എല്ലാം നമിക്കേണ്ടി വരും. അതുപോലെ തന്നെ തൃശ്ശൂരിൽ എന്ത് ഗ്ലോറി വന്നാലും ഫുട്ബോളിന്റെ പേരിൽ നമുക്ക് വിക്ടർ മഞ്ഞല തുടങ്ങി IM വിജയൻ പോലെയുള്ള ഫുട്ബോൾ രത്നങ്ങളെ നമ്മൾ പ്രണയിച്ചേ മതിയാവും, നമിച്ചേ മതിയാവും. അപ്പൊ ഫുട്ബോളാണോ ക്രിക്കറ്റാണോ, എവറിത്തിങ് ദാറ്റ് വിൽ ബ്രിങ് ഇൻ എന്റർടൈൻമെന്റ്. ഫുട്ബോൾ കളിയിലൂടെ ചില വിചിത്രമായ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വൈവിധ്യമാർന്ന ആ ഗ്രൗണ്ടിലെയോ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മളെ ത്രസിപ്പിക്കും. നമുക്ക് വലിയൊരു ആനന്ദത്തിലേക്ക് കൊണ്ടുവന്ന് പതിക്കുന്ന ഒരു വലിയ മുഹൂർത്തങ്ങളുടെ ഒരു പാക്കായിരിക്കും. ഇറ്റ് ഈസ് ഓൾസോ എന്റർടൈൻമെന്റ്. പക്ഷെ ആ ഓരോ സിനിമയിൽ ഒരു കഥാപാത്രം കിട്ടുന്നു, ആ കഥാപാത്രത്തിന്റെ ഒരു അനാവരണത്തിൽ വരുന്ന അഭിനയത്തിന്റെ മുഹൂർത്തം ചിലപ്പോൾ ലെജൻസ് ഒക്കെ അതിനേക്കാൾ മികവോടെ ചെയ്തിട്ടുണ്ടാകും. അതിന്റെ ഏറ്റവും കാലഘട്ടത്തിന് ചേരുന്ന എക്സ്പ്രഷൻസ് കൊണ്ടുള്ള ഒരു അമ്മാനമാടുന്ന രീതി എന്ന് പറയുന്നതാണ് ആനന്ദം ഉണ്ടാക്കുന്നത്. ആ ആനന്ദം എന്തിൽ നിന്ന് ഭവിക്കുന്നുവോ അതെന്നും ഒരു വലിയ വിലമതിക്കാനാവാത്ത ഉൽപ്പന്നമായിരിക്കും. തൃശ്ശൂരിന് പുതിയ ജനറേഷൻ ഓഫ് പ്ലെയേഴ്സ്, പുതിയ സംവിധാനത്തിൽ വരുന്ന പ്ലേ ഗ്രൗണ്ടില് ഫുട്ബോൾ കൊണ്ടുള്ള പെരുമാറ്റം, അത് തൃശ്ശൂർ വഴി ലോകത്തിന്റെ ഫുട്ബോൾ മാപ്പിൽ ഒരുപാട് ആനന്ദം പ്രദാനം ചെയ്യുന്ന തൃശ്ശൂരിന്റെ വലിയ സംഭാവനയാണ് ആവണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
glory of Thrissur through football. And Liston Stephen, ഗരുഡൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ്. അതിന് മുമ്പ് ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ഒരു സിനിമ ചെയ്യാനാണ് ഇതുവരെ അവസരം കിട്ടിയത്. അതും കറക്റ്റായിട്ട് ഗോൾ പോസ്റ്റിൽ striking continuous goals, still striking on the television and the OTT platforms, still striking glorious goals. Let that glory will build up to adding glory to Thrissur football. Thank you. Thank you so much, Suresh. Now the main event in the venue ലേക്ക് പോവാം. സുരേഷ് കേൾക്കാതെ നമസ്കാരം. ഗുഡ് ഈവനിങ് തൃശ്ശൂർ. തൃശ്ശൂരിൽ ചരിത്രപരമായ ഒരു തെരഞ്ഞെടുപ്പ് തീരുമാനം കൈക്കൊണ്ട് അതിന് വഴിതെളിച്ച പ്രാർത്ഥനകൾ അത് ലോകമെമ്പാടും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഞാൻ ഇങ്ങനെ നന്ദി പറഞ്ഞു പോകുന്ന കാലഘട്ടമാണ്. ഇനി നന്നെ ചെയ്തു തീർക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. തൃശ്ശൂരിന് MP-യുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ തൃശ്ശൂർ മാജിക് അല്ലേ, ഫുട്ബോൾ മാജിക് ഫ്രെയിംസിൽ നിന്ന് വരുന്നു. സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇനി അങ്ങോട്ട് എല്ലാ പിന്തുണയും ഈ മാജിക്കിന്റെ കൂടെ ഉണ്ടാവും. അതൊരു വേൾഡ് ക്ലാസ് മാജിക്കായി തീരട്ടെ. ഇതിന്റെ പരിണിത ഫലങ്ങളെല്ലാം തൃശ്ശൂരിന്, കേരളത്തിൽ ആർക്ക് കിട്ടിയാലും സന്തോഷം. മലയാളി എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെ വിചാരിക്കും. പക്ഷേ തൃശ്ശൂരിന് അത് ലഭിച്ചാൽ വലിയ ഐശ്വര്യങ്ങളുടെയൊക്കെ തുടക്കമായി സെപ്റ്റംബർ മാസം മുതൽ നമ്മൾ ഈ മാമാങ്കത്തിൽ ഹൃദയം കൊണ്ട് തന്നെ, നമ്മൾ വിനോദത്തിന്റെ പേരിൽ ഹൃദയം കൊണ്ട് തന്നെ പങ്കുചേരും. ലെറ്റ് തൃശ്ശൂർ മേക്ക് ഇറ്റ് ടു ദി ലെവൽ ബെസ്റ്റ്. താങ്ക് യു. ഞാൻ അങ്ങനെ ലോക ഫുട്ബോൾ എന്ന് പറയുന്നതിന്റെ പിന്നാലെ പോകുന്ന ആളല്ല. ചോദിച്ചാൽ നമുക്ക് അപ്പം തന്നെ എൻ്റെ കുടുംബത്തിന്റെ തന്നെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ആരാ? ലയണൽ പെലെ. റൊണാൾഡോ, ചുള്ളൻ പന്ത് ചെക്കൻ, കാൽപന്ത് ചെക്കൻ, വലിയ ഇഷ്ടമാണ്. സുരേഷ്, ഈ ഒരു വേദിയിൽ എനിക്കറിയാം സുരേഷിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഏത് ഇത് പറ്റി ചോദിക്കാം, സ്പോർട്സിനെ പറ്റി ചോദിക്കാം, പൊളിറ്റിക്സിനെ പറ്റി ചോദിക്കാം, സിനിമയെ പറ്റി ചോദിക്കാം. പക്ഷെ സുരേഷിന്റെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു 2 വരി സുരേഷിൽ നിന്ന് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ലെറ്റ്സ് ഹാവ് the next song, the next number by Vaishnav. അതിലെ സുരേഷ് കൂടെ No, I will do the ad-lib. I'll begin the song with just the bell notes. Let him carry with the chords and continue it as a full song. Okay. Can we have Vaishnav and the musicians? Vaishnav is around.
Beautiful. Thank you so much, Sudhir. Thank you for joining. For the great artist, the extremely talented Nevin Pawli to Trishul Magic FC right now. Trishulinte Usiran Kayadi nammade Nevina. Nevin, പുതിയ റോളാണ്. എനിക്ക് പണ്ട് നെവിൻ CCL ക്രിക്കറ്റ് കളിച്ചറിയാം. ഇതിപ്പം ഫുട്ബോളിലേക്കാണ്, ടീം ഓണറാണ്. ഇതിപ്പം ലിസ്റ്റിൻ്റെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു ചേഞ്ച്? പണ്ട് IPL-ലൊക്കെയാണ് നമ്മൾ നോർമലി ഷാറുഖ് ഖാൻ അങ്ങനെ ഓരോ വലിയ വലിയ സ്റ്റാർസ് ഒക്കെ ബോളിവുഡിൽ സ്പോർട്സിലേക്ക് വരുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിലും തുടക്കമാവുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. സ്പോർട്സ് ചെറുപ്പം മുതലേ വളരെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ഫുട്ബോൾ വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. ചെറുപ്പത്തിൽ എപ്പോഴും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഫുട്ബോൾ ബേസിൽ സിനിമകൾ ചെയ്യണമെന്ന് എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ആക്ച്വലി ഈ സൂപ്പർ ലീഗിൻ്റെ ഈ കോൺസെപ്റ്റ് തന്നെ വളരെ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. വേറൊന്നുമല്ല, ഇപ്പോഴത്തെ വളർന്നു വരുന്ന യുവാക്കൾ സ്പോർട്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വളരെ വലിയൊരു ഇനീഷ്യേറ്റീവാണ് നമ്മുടെ പുതിയ ജനറേഷൻ. നമുക്ക് അതിനൊരു അവസരം കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നില്ല. അത് ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഏത് സ്പോർട്ടും ആയിക്കോട്ടെ. ഇതേപോലുള്ള ലീഗുകൾ വന്നാൽ ഒരുപാട് യുവാക്കളുടെ ഫോക്കസ് ടുവേർഡ്സ് സ്പോർട്ടിലേക്ക് മാറും. അത് എന്താ പറയുക, വേറെ രീതിയിലേക്ക് യുവാക്കൾ വഴിതെറ്റി പോകാതെ അവരെ ഒരു നേർവഴിക്ക് നടത്താനായിട്ട് ഇതേപോലുള്ള ലീഗുകൾ സ്പോർട്സ് നടത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു സ്പോർട്സിൻ്റെ ഭാഗമാണ്, ഇതേപോലെയുള്ള ലീഗുകളുടെ ഭാഗമാണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയാണ് വളരെ ലേറ്റായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലിസ്റ്റിനായിട്ടുള്ള ഒരു ചർച്ചയിലുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് ജനറേഷനെ ഒരു എന്താണ് പറയുക, നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇതേപോലുള്ള ലീഗുകളുടെ ഭാഗമാകാൻ സാധിക്കട്ടെ. ഇതൊരു ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. അതൊരു വിജയമാവട്ടെ. എല്ലാ ടീമുകൾക്കും ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും ഭയങ്കര നല്ലൊരു എക്സ്പോഷറും ഉണ്ടാവട്ടെ. അതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് സുരേഷ് ഏട്ടൻ്റെ കൂടെ ഒരു വേദി പങ്കിടുന്നത്. സിനിമയിൽ വന്നിട്ട് ഞാൻ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് ആരാധനയോടെ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ ഒരു വേദി സുരേഷ് ഏട്ടൻ്റെ കൂടെ പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ തൃശ്ശൂർ മാജിക് FC-ക്കും സൂപ്പർ ലീഗ് കേരള ടീം ഓണേഴ്സ് എല്ലാ പ്ലേയേഴ്സിനും ഇതൊരു നല്ലൊരു സീസൺ ആവട്ടെ. എല്ലാവർക്കും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാവട്ടെ. ഇതൊരു വൻ വിജയമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിവിൻ, നിങ്ങൾ ഒരുമിച്ചാണ് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞു. തുടർന്ന് നിലനിൽക്കുന്ന ചോദിക്കാൻ പറഞ്ഞു. ഇവരെ ഒരുമിച്ചൊരു സിനിമയ്ക്ക് സ്കോപ്പ് ആദ്യം കഥയാണ് ആവശ്യം, അത് കഴിഞ്ഞിട്ടാണ് പൈസ ആവശ്യം. അടുത്തായിട്ട് നമ്മളിവിടെ ഈ ടീമിന്റെ ജേഴ്സിയുടെ ലോഞ്ചിലേക്കാണ് പോകുന്നത്. സോ വി ഹാവിംഗ് ദ ഒഫീഷ്യൽ ലോഞ്ച് ഓഫ് ദ ടീം ജേഴ്സി. ഐ റിക്വസ്റ്റ് ക്രിസ്റ്റ ഓൾസോ ടു ജോയിൻ ഹിയർ. തൃശ്ശൂർ മാജിക് FC-യുടെ ഒഫീഷ്യൽ ജേഴ്സിയുടെ ലോഞ്ചാണ്. സുരേഷ് ഏട്ടനും നിവിനും കൂടെ ചേർന്ന് they will officially launch the official launch of the jersey Super League Kerala Trishul Magic FC. The moment we have been waiting for. Trishul Magic FC
ഒരു സിസ്റ്റർ കിട്ടും രണ്ടു. എല്ലാവർക്കും നമസ്കാരം. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ആദ്യം എൻ്റെ വീഡിയോ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റിനും എൻ്റെ കൂടെ കളിച്ചതാണ് കേട്ടോ. പൊതുവെ ജസ്റ്റിനും സുശാന്തായിട്ടും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ ഇവർ ഈ സാധനം എന്നോട് പറഞ്ഞു. അതായത് ഞാൻ ക്യാപ്റ്റൻ ആവണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു ഭയങ്കര വലിയ ഉത്തരവാദിത്തമാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടത്. പിന്നെ ഞാൻ ഇന്നാണ് അറിയുന്നത് ഞാനാണ് ക്യാപ്റ്റൻ എന്നുള്ളത്. ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കുറെ കൊല്ലമായില്ലേ ഞങ്ങൾ ഫുട്ബോൾ കളിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഉത്തരവാദിത്തമാണ് എന്നുള്ളത് എനിക്കറിയാം. അതിന് പറ്റുന്ന രീതിയിൽ ഞാനും അല്ലെങ്കിൽ ഞങ്ങൾ എൻ്റെ ടീം ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഫുട്ബോളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ 10-25 പ്ലെയേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി മേലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തിരിക്കും. ഈ ടൂർണമെന്റ് കഴിയുമ്പോൾ കപ്പടിക്കും എന്നുള്ള അവകാശവാദങ്ങളൊന്നുമില്ല. കാരണം പലപ്പോഴും പല സ്ഥലങ്ങളിൽ ഞങ്ങളിത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ ചീത്തപ്പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. കപ്പടിക്കുന്നുള്ള അവകാശവാദങ്ങളൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ കൊണ്ടാവുന്ന ചെയ്യൂലേ? അപ്പൊ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്തിരിക്കും. സീസൺ കഴിയുമ്പോൾ, അതായത് 2 മാസത്തേക്കുള്ള സീസണാണ്. സീസൺ കഴിയുമ്പോൾ തൃശ്ശൂരിന് അഭിമാനിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കും എന്നുള്ള ഒരു വാക്ക് മാത്രമേ എനിക്ക് ഇപ്പോൾ തരാൻ പറ്റൂ. നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ആലോചിച്ചെന്തായാലും അഭിമാനിക്കുന്ന ഒരു സമയം ഉണ്ടാവും 2 മാസത്തിന് ശേഷം എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. എല്ലാവിധ അനുഗ്രഹങ്ങളും വാങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ കൂടെ ഉണ്ടാവും. നിങ്ങളെല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉണ്ടാവും. അപ്പോൾ നമുക്ക് 9-ാം തീയതിയാണ് ആദ്യത്തെ മാച്ച്. അത് എൻ്റെ നാട് കണ്ണൂരിനെതിരെയാണ്. ഞാനത് ചെരിശിയാണ് ആദ്യത്തെ മാച്ച് എൻ്റെ നാട് കണ്ണൂരിനെതിരെ ആയത്. നമുക്കപ്പോൾ 9-ാം തീയതി നിങ്ങളെല്ലാവരും മഞ്ചേരി സ്റ്റേഡിയത്തിലാണ്. അങ്ങോട്ടേക്ക് നമ്മളെ കളി കാണാൻ വേണ്ടിയിട്ട് കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് വരിക, നമ്മളെ കൂടെ നിൽക്കുക. സീസണിൻ്റെ അവസാനം നമുക്ക് അഭിമാനിക്കാൻ കേരള സൂപ്പർ ലീഗിൻ്റെ ട്രോഫി നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. എല്ലാവിധ എന്താ പറയുക നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Thank you, Sri, and wish all the best. സപ്പോർട്ടുമായി എത്തിയ ബാഡ് ബോയ്സ് ടീമിൽ നിന്ന് 2 വാക്ക് നമുക്ക് കേൾക്കാം. ഫ്രം ബാബുചേട്ടൻ ഫസ്റ്റ് ആൻഡ് ദി ടീം. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് തൃശ്ശൂരിലേക്ക് വരാനും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ആദ്യമായി ഞാൻ തൃശ്ശൂർ മാജിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ബി എ വിന്നർ ഹോപ്പ് ടു സീ യു വിത്ത് ദി കപ്പ് and please wishes bad boys and one bad girl there. All the best. Please watch the movie. Thank you so much. And Shilu and the team. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ തൃശ്ശൂർ മാജിക് എഫ്സിൻ്റെ എൻ്റെ ഹൃദയം നിറഞ്ഞ എല്ലാ ആശംസകളും നിങ്ങൾ പടവെട്ടി വിന്നറായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം എൻ്റെ ബാഡ് ബോയ്സ് എന്ന ഓണത്തിനിറങ്ങുന്ന ഈ ചിത്രത്തിൻ്റെ ടീച്ചറും പോസ്റ്റേഴ്സും ഒക്കെ ഇവിടെ നമ്മുടെ MP സുരേഷ് ഗോപി സാറിൻ്റെ മുന്നിൽ വെച്ച് റിലീസ് ചെയ്തിട്ട് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സർ. താങ്ക് യു നിവിൻ പോളി. താങ്ക് യു ക്രിസ്റ്റീൻ സ്റ്റീഫൻ ആൻഡ് ഓൾ മൈ ക്രൂ മെമ്പേഴ്സ്. താങ്ക് യു ഓൾ. എനിക്ക് തൃശ്ശൂർ FC-യുടെ ജേഴ്സിയാണ് ഇഷ്ടപ്പെട്ടത്. കാരണം സുരേഷ് ചേട്ടനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കളർ തൃശ്ശൂർ FC-യുടെ ജേഴ്സി. അപ്പോൾ എന്തായാലും അമ്മയിൽ നിന്ന് രാജിവെച്ചിട്ട് വന്നിരിക്കുകയാണ്. ഫ്രഷായിട്ട് പുതിയ മെമ്പർഷിപ്പിന് വേണ്ടി ഞാൻ ക്രിസ്റ്റീനോട് ചോദിക്കുകയാണ്. തൃശ്ശൂർ FC-യുടെ ഒരു മെമ്പർഷിപ്പ് പ്രതീക്ഷിക്കുന്നു. വളരെ സന്തോഷം ഈ ഒരു വേദിയിൽ ബാഡ് ബോയ്സിൻ്റെ ടീച്ചർ റിലീസ് ചെയ്യാൻ സാധിച്ചതിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ക്രൗഡ് തിയേറ്ററിൽ ഉണ്ടാവുമെന്ന് അപേക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. നമസ്കാരം. മാജിക് തൃശ്ശൂർ അല്ലേ? സ്റ്റീഫനുള്ളൊരു
അത് കുടുംബത്തിലെ ഏറ്റവും നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ഉണ്ട്, ഒരു അനിയൻ അവിടെ വെക്കണോ, നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ഉണ്ട് മഹീന്ദ്രയിൽ. അതേപോലെ തന്നെ ചെന്നൈ വിൻ ചെയ്തപ്പോൾ ISL കളിക്കുന്നുണ്ടായിരുന്നാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർകാരൻ ഫുട്ബോളിനെ അത്ര സ്നേഹിക്കുന്നവരാണ്. തൃശ്ശൂർകാരനല്ല, മലബാർ സൈഡ് പറഞ്ഞ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരാണ്. ഇവിടെ തൃശ്ശൂരിനെ നല്ല സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക. എല്ലാ ടീമുകളും നല്ല ടീമുകളാണ്. തൃശ്ശൂർ മാജിക് തൃശ്ശൂർ മാജിക്. അപ്പോൾ എല്ലാ ടീമുകളും നല്ല ടീമുകളാണ്. സുന്ദരയിലും നല്ല പ്ലേയേഴ്സ് എടുത്തിട്ടുണ്ട്, നല്ലൊരു കളിയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ബ്രദർ. A round of applause for the Union Minister and Superstar Suresh Gopi for being such a sport. ഇത്രയും വലിയൊരു സപ്പോർട്ട് വേദി ഒരുക്കുന്നതാണ്. തൃശ്ശൂരിൻ്റെ ടീം ഇവിടെ എല്ലാം സെറ്റായിരിക്കുകയാണ്. ഫുൾ പ്ലേയേഴ്സ്, കോച്ച് എല്ലാവരും ഉണ്ട്. തൃശ്ശൂരിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ ടീമിനെ കാണാം. എല്ലാ രീതിയിലും ഏറ്റവും മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കേണ്ട എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും, ടീമിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഒരു അഭിമാനമാവാൻ സാധിക്കട്ടെ ഈ ടീമിന്, തൃശ്ശൂരിന് അഭിമാനമാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. Thank you, Naveen. Thank you, Weston, and thank you, the team, Bad Boys. And thank you, everyone, the media, print, visual, everyone, the children are here in function and joining the എല്ലാവർക്കും നന്ദി from the whole crew of Thrissur Magic FC. അപ്പോൾ നമുക്ക് മത്സരങ്ങൾ കാണാം, സൂപ്പർ ലീഗ് കേരളം കാണാം, തൃശ്ശൂർ കേരള FC ഇതൊന്നും 30 മാച്ചസ്, 6 ടീം, 2 സെമി ഫൈനൽസ്, 1 വിന്നർ. ആ വിന്നർ തൃശ്ശൂർ മാജിക് FC ആയിരിക്കട്ടെ. താങ്ക് യു. See you at the ground. Thank you, love you all.